V4 നമുക്ക് ഏകദേശം 2022 മുതൽ 24 വരെ അവൈലബിൾ ആണ്. 25 റേഞ്ചിലാണ്. ഇതെല്ലാം 25,000 റുപ്പീസ് ഇറക്കാൻ പറ്റിയ വണ്ടികളാണ്. എക്സ്പൾസ് 200 ആണ്. 4V ഏകദേശം 22 മോഡൽസ് ആണ്. ഇതെല്ലാം വെറും 25,000 ഡൗൺ പേയ്മെന്റ് ഈ വണ്ടി ഇറക്കാം. വീണ്ടും ബുള്ളറ്റ് ഇഷ്ടംപോലെ ഉണ്ടല്ലോ. എല്ലാ ഏകദേശം നമ്മൾ പറഞ്ഞില്ലേ 20-25 റേഞ്ചിൽ ഇറക്കാം. ഞങ്ങൾ എടുത്ത് പറയുന്നില്ല. ഏകദേശം നമുക്കൊരു 20-25 ആണ് നമ്മൾ കോട്ട് ചെയ്തത്. ഏകദേശം 20-25 ഡൗൺ ഇറക്കാം. നമുക്ക് -200 17 മുതൽ 24 മോഡൽ വരെ നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെയും ഒരുപാട് RC വമ്പൻ കളക്ഷൻസ് ഇരിക്കുന്നുണ്ടല്ലോ. അതെ, 200 ആണോ? 200 ആണ്. 200 ആണ് ഇരിക്കുന്നത്. ഏതൊക്കെ മോഡൽസ് ഉണ്ട് നമ്മുടെ അടുത്ത്? 17 ഒരു പീസ്, 17 18 ഉണ്ടാവും. പിന്നെ 20-21 MT-15 ആണ്. 2022 മോഡൽസ് ആണ് എല്ലാ വണ്ടിയും. USD4 വരുന്ന വണ്ടിയാണ്. 21 ആണ്. ഇത് 21, ബാക്കിയെല്ലാം 22 USD4 വരുന്ന വണ്ടിയാണ്. ഇത് റേറ്റ് ആണോ അതോ കുറക്കോ? N250 നമുക്ക് ഡിസ്കൗണ്ട് ചെയ്യാം, മാക്സിമം ഡിസ്കൗണ്ട് ചെയ്യാം. നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ വരുന്നവർക്ക് എന്തായാലും നമ്മൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ചെയ്തു. ഡിസ്കൗണ്ട് ചെയ്യുന്നതായിരിക്കും. ഒരുപാട് വണ്ടികൾ ബെസ്റ്റ് പ്രൈസിന് കുറഞ്ഞ കിലോമീറ്റേഴ്സ് ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടികൾ, കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് ഉള്ള വണ്ടികൾ, ക്വാളിറ്റി മെയിൻറ്റെയിൻ ഉള്ള വണ്ടികൾ. നമ്മൾ പറഞ്ഞല്ലോ ഒരു 10 ആൾക്കാർ സാലറി കൊടുത്ത് നമ്മൾ അപ്പുറത്ത് നിർത്തിയേക്കാണ്. വണ്ടി ക്വാളിറ്റി ആക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഓക്കെ, ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അജാസ്. വെൽക്കം ടു DC Motor. വെൽക്കം ബാക്ക്. ഓൾറെഡി ഒരു എപ്പിസോഡ് നമ്മൾ 2 months ബാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിവിടെ ഒരുപാട് വണ്ടികളുണ്ട്. പ്രീമിയം കാറ്റഗറി അപ്പുറത്തുണ്ട്, ഇവിടെ മിഡ് പ്രീമിയം അത്യാവശ്യം വണ്ടികൾ. നമുക്ക് പയ്യന്മാർക്ക് ആവശ്യമുള്ള ഇഷ്ടം പോലെ എക്സ്പൾസ് ഇരിക്കുന്നുണ്ട്. V4, V3, ഡൊമിനോർ, ബുള്ളറ്റ്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. എല്ലാ മോഡൽസും ഉണ്ട്. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കോട്ടക്കല് റോഡ് സൈഡ് തന്നെ. അതിന് പറയണ്ട 66 സ്വാഗതമാണ് നമ്മുടെ ഷോറൂം വരുന്നത്. DNC മോട്ടോർസ്. ജാസിൽ പേര് ചോദിക്കാൻ പറ. ജാസിലാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു അറ്റത്തുനിന്ന് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വീഡിയോ തീർക്കാം. ഒരുപാട് വണ്ടികളുണ്ട്. അപ്പോൾ നമുക്ക് ഡൊമിനോറിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ 3 പീസ് ഇരിക്കുന്നുണ്ട്. ഇത് 250 അല്ലേ? ഡൊമിനോ 250 3 ഉണ്ട്. ഇത് ഏതാ മോഡൽ? ഡൊമിനോ 250 നമുക്ക് 3 പീസാണ്. 3 മോഡൽ 20, 21, 23. നമുക്ക് ഏകദേശം പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് 135 മുതൽ പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് 20 മോഡൽ പ്രൈസ് റേഞ്ച് ആയിട്ട് 23 ആണെങ്കിൽ 168 വരെ പ്രൈസ് എത്തും. ഏകദേശം നമുക്ക് ഏകദേശം എല്ലാ വണ്ടികൾക്കും ഒരു 30,000 രൂപ ഡൗൺ. ലോ കിലോമീറ്റർ വണ്ടികളാണ്. ഏകദേശം 15,000 റേഞ്ചിൽ ഓടിയ വണ്ടികളാണെല്ലാം. ഇതെല്ലാം കാറ്റഗറി 30,000 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാൻ കഴിയും. ഡൗൺ പേയ്മെന്റ് ഡൊമിനോർ ഇറക്കാൻ പറ്റും. 250 ആണ്. ഡൊമിനോ 250 ഇത് രണ്ടും 23 മോഡൽസ് ആണ്. 165 ആണ് പ്രൈസ് വരുന്നത്. റെഡിന്റെ പ്രൈസ് ആണ് ആദ്യം പറഞ്ഞത് 165. 2023 V4 ലേക്ക് കിടക്കുമ്പോൾ V4 നമുക്ക് ഏകദേശം 2022 മുതൽ 24 വരെ അവൈലബിൾ ആണ്. പ്രൈസ് റേഞ്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 1,52,000 മുതലാണ് പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം ലോ കിലോമീറ്റർ ആണ്. കിലോമീറ്റർ സെപ്പറേറ്റ് പറയേണ്ട ആവശ്യമില്ല. ഏകദേശം 15,000 to 20,000 റേഞ്ചിൽ ഓടിയ വണ്ടികളാണ്. എല്ലാം സിംഗിൾ ഓണർഷിപ്പ് വണ്ടികളാണ്. നമ്മൾ മെയിൻലി സിംഗിൾ ഓണർഷിപ്പ് സ്പെഷ്യലൈസ് ചെയ്ത് എടുക്കുന്നതാണ്. പിന്നെ ഞാൻ പറയട്ടെ, ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഓൾറെഡി നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഓരോ പോസ്റ്റ് ഫുൾ ഡീറ്റെയിൽ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽ നമ്മൾ അതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എടുത്ത് പറയുന്നില്ല. ഇല്ല, അതാണ് ഓരോ വണ്ടി സെപ്പറേറ്റ് എടുത്ത് പറയുന്നത്. ഏകദേശം നമുക്കൊരു 25,000 റേഞ്ചിൽ ഡൗൺ ഉണ്ടെങ്കിൽ വണ്ടികൾ കിടക്കാം. ഈ V3 V4 ഏകദേശം നമുക്കൊരു 25 ആ റേഞ്ചിലായിട്ട് 22 മോഡൽ മുതൽ 24 മോഡൽ വരെ അവൈലബിൾ ആണ്. ഓക്കെ, ഏറ്റവും സ്റ്റാർട്ടിംഗ് റേറ്റ് എത്ര വരും? സ്റ്റാർട്ടിംഗ് റേറ്റ് 152. 2022 മോഡൽ 152 മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. നമുക്ക് റാലി എഡിഷനിലേക്ക് പോയാലോ? എക്സ്പൾഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 4 പീസ് സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്. 2023, 24 ഇരിക്കുന്നുണ്ട്. ഇതിന്റെ റേറ്റ് ഒന്ന് ജസ്റ്റ് പറഞ്ഞേക്കാം. റേറ്റ് ഇത് 24 മോഡൽ 167 ആസ്കിംഗ് റേറ്റ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 25,000 റുപ്പീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. 15,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ഇതും ഒരു സെയിം 24 മോഡലാണ്. സംതിങ് ആണ് ഓടിയിട്ടുള്ളൂ. ഏകദേശം നമുക്ക് പ്രൈസ് വരുന്നത് 165 ആണ് വരുന്നത്. ഏകദേശം 23 മോഡലാണ്. ഏകദേശം നമ്മൾ പ്രൈസ് റേഞ്ച് കൂട്ടിൽ 155 റേഞ്ചിലാണ്. ഇതെല്ലാം 25,000 റുപ്പീസ് ഇറക്കാൻ പറ്റിയ വണ്ടികളാണ്. ഇതാണെങ്കിലോ എക്സ്പൾസ് 200 ആണ്. 4V ഏകദേശം 22 മോഡൽസ് ആണ്. ഇതെല്ലാം 22 മോഡൽസ് ആണ്. ഏകദേശം നമുക്ക് പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 1,25 ആണ് പ്രൈസ് റേഞ്ച്. 1,25,000 മുതൽ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. ഇതിന്റെ അടുത്ത് പറയുകയാണെങ്കിൽ ഓക്കെ, ഇത് 22 മോഡലാണ്. 137 ആണ് ആസ്കിംഗ് വരുന്നത്. ഇതെല്ലാം ഏകദേശം 25,000 റുപ്പീസ് ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റിയ വണ്ടികളാണ്. 2022 മോഡൽ 15,000 കിലോമീറ്റർ 1,28 പ്രൈസ് വരും. ഓൾമോസ്റ്റ് ആ റേഞ്ച് വരുന്നത്. ഇതിന്റെ ഇടയിൽ ഒരു വെറൈറ്റി ഇരിക്കുന്നുണ്ട്, വിസ്റ്റം ഇരിക്കുന്നുണ്ട്. അഡ്വഞ്ചർ സെക്ഷൻ എല്ലാം നമ്മൾ ഫ്രണ്ടിലോട്ട് ഡിസ്പ്ലേ ചെയ്തേക്കുന്നതാണ്. ഡീറ്റെയിൽസ് വെച്ചിട്ടുണ്ട്. 2023 മോഡലാണ്. 17,000 കിലോമീറ്റർ 1,95,000 രൂപ നമ്മൾ പ്രൈസ് റേഞ്ച് കൂട്ടി ചെയ്തിട്ടുണ്ട്. 50,000 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റിയ വണ്ടികളാണ്. ബാക്കിലേക്ക് വരുമ്പോൾ ബുള്ളറ്റ് ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ടല്ലോ. പുതിയത് മുതൽ പഴയത് വരെ എല്ലാം തിരഞ്ഞെടുത്തിരിക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് പോവാം. ഇതിലേക്ക് കിടക്കുമ്പോൾ 2019 ആണ്. സോറി 18 മോഡലാണ്. 18 മോഡലാണെങ്കിലും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു 22 മോഡൽ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും അത്യാവശ്യം ക്വാളിറ്റി ചെയ്യുന്ന നമ്മൾ എല്ലാം ചെയ്ത് കയറ്റുന്നതാണ്. ക്വാളിറ്റി വെൽ മെയിൻറ്റൈൻഡ് ആണ്. നമ്മളെല്ലാം നമ്മളൊരു ക്വാളിറ്റിയിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യാറില്ല.
ഓക്കെ ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽസ് ഒന്ന് ഓടിച്ചിട്ട് പറയുകയാണെങ്കിൽ 18 മോഡൽ 23,000 കിലോമീറ്റർ 98,000 രൂപ നമ്മൾ പ്രൈസ് കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് അത്യാവശ്യം ഈ പറയുന്ന റേറ്റ് എല്ലാം അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവില്ലേ? ആൾക്കാർ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കണ്ടോ? അടുത്തത് 2023 മോഡൽ 14,000 കിലോമീറ്റർ 1,78,000 രൂപ നമ്മൾ പ്രൈസ് കൊടുത്തിട്ടുണ്ട്. വെറും 20,000 രൂപയ്ക്ക് ഡൗൺ 20-30 ഡൗൺ പേയ്മെന്റ് നടക്കാൻ പറ്റും. ഇതാണെങ്കിൽ ക്ലാസിക് 350 2020 ലാസ്റ്റ് 5,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. 25,000 കൂടി ഡൗൺ പേയ്മെന്റ് വരും. നമുക്ക് സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. ഓൾമോസ്റ്റ് 90% 95% നമുക്ക് ലോൺ കിട്ടും. അല്ല, സിംഗിൾ ഓൺഷിപ്പ് ആയിരിക്കും, ലോണും കിട്ടും. ഓക്കെ, ഇതൊരു വെറൈറ്റി വണ്ടിയാണ്. പുതിയ മോഡൽ 2023 മോഡൽ സോൾഡ് ഔട്ട് ആണ്. സോൾഡ് ഔട്ട് ആണ്. ക്ലീൻ വണ്ടി ആയിരുന്നു കേട്ടോ. അടുത്തത് ഓക്കെ, ഇത് 2019 മോഡലാണ്. 13,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് 1,35 നമ്മൾ പ്രൈസ് കൊടുത്തത്. ഓക്കെ, ഇത് മോഡൽ സെയിം റേറ്റിൽ 1,35 2019 മോഡൽ ഇരിക്കുന്നുണ്ട്. ഇതാകുമ്പോൾ എം സോൾഡ് ആണ്, അത് പറയണ്ടല്ലേ? സോൾഡ് ആണ്. അടുത്ത ഈ വണ്ടിയാണെങ്കിൽ 2021 മോഡല് 350 മോഡല് 30,000 ഡൗൺ പേയ്മെന്റ് അല്ലേ? അതെ. സിംഗിൾ ഓണർഷിപ്പ് 1,68 ആണ്. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളുടെ ഫുൾ ഡീറ്റെയിൽ വേണമെന്ന് ഇൻസ്റ്റയിൽ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഈവൻ ഇപ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ നമ്മൾ കേരളവും കാര്യങ്ങളും ഷെയർ ചെയ്ത് തരും. നിലവിൽ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും ഇപ്പോൾ ലൈനിൽ അവൈലബിൾ ആവുന്നു. ഡെയിലി മീൻസ് അതായത് ഇപ്പോൾ ഈ സോൾഡോട്ടൊക്കെ ഇന്ന് സോൾഡോട്ട് ആയതാണ്. ബാക്കിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യും. മാക്സിമം കടന്റെ ഉള്ളിൽ ഡിസ്പ്ലേക്കുള്ള വണ്ടി. അതായത് സോൾഡ് ഔട്ട് വണ്ടി ബാക്കിൽ വെച്ച് കഴിഞ്ഞാൽ പൊടിയും കാര്യം പിടിക്കും. നമ്മൾ വേറെ ചെയ്യുന്നുണ്ട്. നമ്മൾ സർവീസും കാര്യം നമ്മൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇവിടെ മാക്സിമം ഡിസ്പ്ലേക്കുള്ള വണ്ടികളാണ്. കസ്റ്റമേഴ്സ് വന്ന് കാണാനുള്ള വണ്ടികളാണ് ഇവിടെ. എല്ലാ വണ്ടികളും നമ്മൾ ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിന്റെ മോഡൽ പറയുകയാണെങ്കിൽ 2022 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് 1,67 കിടിലം വണ്ടി. ഏകദേശം 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമുക്ക് ഈ റോയിൽ അങ്ങോട്ട് പോകാം, പെട്ടെന്ന് പോകാം. അടുത്തൊരു വെറൈറ്റി കളർ വണ്ടി ഇരിക്കുന്നുണ്ട്. ക്ലീൻ വണ്ടി കേട്ടോ. 21,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ആണ്. വെറും 25,000 ഡൗൺ പേയ്മെന്റ് ഈ വണ്ടി ഇറക്കാം. വീണ്ടും ബുള്ളറ്റ് ഇഷ്ടംപോലെ ഉണ്ടല്ലോ. എല്ലാ റേഞ്ചിൽ ഇറക്കാം. ഞങ്ങൾ എടുത്ത് പറയുന്നില്ല. അതിന്റെ ഇടയിൽ ഒരു ഡോമിനോർ ഇരിക്കുന്നുണ്ട്. സോൾഡ് ഔട്ട് ആണ്. ഇനി ഞങ്ങൾ ഡൂക്ക് അല്ലേ മൊത്തം? ഇനി അങ്ങോട്ട് ഡൂക്ക് 200 250 സെക്ഷൻസ്. അപ്പൊ ഇത് പറയുമ്പോൾ 2020 മോഡൽ. അതെ, 25,000 കിലോമീറ്റർ വണ്ടി കൊണ്ട് 1,68,000 നമ്മൾ പ്രൈസ് കൊടുക്കും. 20 മോഡൽ 1,68. ഒരു ഡൗൺ പേയ്മെന്റ് പറയുകയാണെങ്കിൽ ഏകദേശം നമുക്കൊരു 25 നമ്മൾ കോട്ട് ചെയ്തിട്ടുള്ളത്. ഏകദേശം 20-25 ഡൗൺ ഇറക്കി. ഫിനാൻസ് നമുക്ക് ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇതൊക്കെ ഓൾമോസ്റ്റ് നമുക്ക് ഫൈനാൻസിന് വേറെ സെക്ഷൻ തന്നെ ഉണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ കസ്റ്റമർ ഓൺലൈൻ വഴി വണ്ടി ഓക്കെ എന്നുണ്ടെങ്കിൽ ഫൈനാൻസിന്റെ ഏജന്റ് നിങ്ങൾക്ക് മീൻസ് ഫൈനാൻസ് സ്റ്റാഫിനെ നമ്മൾ കണക്ട് ചെയ്തിരും. അവർ ത്രൂ പറഞ്ഞു തരും എന്തൊക്കെ ഫൈനാൻസ്. നമ്മൾ ഓരോ ഏരിയക്കും ഒരു ഫൈനാൻസിന്റെ ഇതാണ്. ഓൾ കേരള ഫിനാൻസ്, ഓൾ കേരള നമ്മൾ ഫൈനാൻസ് ചെയ്യുന്നുണ്ട്. ഡെലിവറി ഓപ്ഷൻ, പർച്ചേസ് എല്ലാം ഉണ്ട് കേട്ടോ. അടുത്തത് 22 മോഡൽ 1,68 വരും. MT ഇരിക്കുന്നുണ്ട്. MT ആണ്, സോൾഡ് ഔട്ട് ആണ്. ഇത് ഏതാ? ഡ്യൂക്ക് 200 2016 ആണോ? 16 മോഡല് 30,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ള ഏകദേശം നമ്മൾ 98,000 രൂപ നമ്മൾ പ്രൈസ് കൂട്ട് ചെയ്ത്. ഓക്കെ, എത്ര? 98. വെറും 98,000. 1,00,000 താഴെ രൂപക്ക് ഡ്യൂക്ക് 200 ഇരിക്കുന്നുണ്ട്. അടുത്തത് 2023 മോഡല് 200 ആണ്. 1,89 സോറി. അതെ, 1,88. 2023 4,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് ആണ്. 1,80 ആസ്കിംഗ് വരുന്നത്. ഒരു വെറൈറ്റി കളർ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഇത് എടുത്തതായി 250 ഇരിക്കുന്നുണ്ടല്ലേ? വെറൈറ്റി കളറാണ്. ചെയ്തേക്കുന്നതല്ലോ, കസ്റ്റം ചെയ്താണല്ലോ. അതെ, RC കളർ ചേഞ്ച് ആണ്. 2023 മോഡൽ സിംഗിൾ 12,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് 28,000 രൂപയാണ് വരുന്നത്. 30,000 രൂപ ഡൗൺ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. 2 സ്കൂട്ടർ ഇരിക്കുന്നുണ്ട്, ഇടയിൽ ഇരിക്കുന്നതാണ്. അത് സ്കൂട്ടേഴ്സ് നമുക്ക് അത് വരാറില്ല എന്നുള്ളത് കുറവാണ്. എന്നാലും നമ്മൾ എയറോക്സ് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്കൂട്ടേഴ്സ് ഈ ഒരു സെക്ഷൻ ചെയ്യാറുള്ളൂ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ബാക്കിൽ വേറെ നമ്മൾ പറഞ്ഞില്ല, ആക്സസ് ആക്റ്റീവ് സിംഗിൾ പീസുകൾ ഉണ്ടാവും. ബൾക്ക് പീസ് ഇതേമാതിരി നമ്മൾ ബൾക്ക് പീസ് സ്റ്റോക്ക് ചെയ്യുന്നില്ല. കൂടുതൽ നമുക്ക് ബൈക്കാണ് കാറ്റഗറി. ഓക്കെ, ഇതിന്റെ 2022 മോഡലാണ് രണ്ടും വരുന്നത്. ഇത് 1,35 ഇത് 1,38 വരുന്നത്. ഇത് രണ്ട് സിംഗിൾ ഓണർഷിപ്പ് ആണ്. 19,000 കിലോമീറ്റർ, അത് 20,000 കിലോമീറ്റർ. അടുത്ത NS കളക്ഷൻസ് അല്ലേ ഇരിക്കുന്നത്? NS 200. ഏതൊക്കെ മോഡൽസ് NS നമ്മുടെ അടുത്തുണ്ട്? ഏകദേശം നമുക്ക് NS 200 17 മുതൽ 24 മോഡൽ വരെ നമുക്ക് അവൈലബിൾ ആണ്. 17 ഏകദേശം നമുക്ക് പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 55,000 രൂപ നമ്മുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 17 മോഡൽ സിംഗിൾ ഓൺഷിപ്പ്. അതിപ്പോ ഏകദേശം 24 മോഡലാണെങ്കിൽ നമ്മുടെ പ്രൈസ് റേഞ്ച് വരെ 1,55. 24 USD4 വരുന്ന മോഡൽ. ഓക്കെ, നമുക്ക് ആ റെഡിന് ഏതാ മോഡൽ വരുന്നത്? റെഡ് 125 ആണ്. 125. എന്താ റേറ്റ് വരും? ഏകദേശം നമ്മൾ പ്രൈസ് കൊടുക്കുന്നത് 95,000 രൂപ. 2023 മോഡൽ. ഓക്കെ, അപ്പൊ ഏകദേശം പറയുകയാണെങ്കിൽ 2023 വരെയുള്ള മോഡൽസ് ഉണ്ട്. 24 മോഡൽ വരെ അവൈലബിൾ ആണ്. 24 നമുക്കൊരു ഈ രണ്ട് മോഡൽസ് ആണ് 24 രണ്ട് സ്റ്റാർട്ടിങ്. അതിന്റെ റേറ്റ് നമുക്ക് ജസ്റ്റ് പറഞ്ഞായിരുന്നു. 1,55 ആണ് വരുന്നത്. ഓക്കെ, ഒരു RC ഇരിക്കുന്നുണ്ടല്ലോ.
RC 390 ആണ്. RC 390 ആണ്. 2021 ലാസ്റ്റ് മോഡൽ 16,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് 2,45,000 രൂപ പ്രൈസ് കൊടുക്കും. 2,45,000 എന്ന് പറയുമ്പോൾ 50,000 രൂപ ഡൗൺ. എത്ര 50,000 ഡൗൺ പേയ്മെന്റ്. ഓക്കെ, ഇവിടെയും ഒരുപാട് RC വമ്പൻ കളക്ഷൻസ് ഇരിക്കുന്നുണ്ടല്ലോ. അതെ, 200 ആണോ? 200 ആണ്. 200 ആണ് ഇരിക്കുന്നത്. ഏതൊക്കെ മോഡൽസ് ഉണ്ട് നമ്മുടെ അടുത്ത്? 17 ഒരു പീസ്, 17, 18 ഉണ്ടാവും. പിന്നെ 20, 21 200 സെക്ഷൻ. ഏതൊക്കെ സ്റ്റാർട്ടിംഗ് റേറ്റ് പറയുകയാണെങ്കിൽ നമുക്ക് ഏകദേശം പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 1,35 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 17 മോഡൽ. ഓക്കെ, 1,35,000 മുതൽ 17 BS4 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം 21 ആണ് നമ്മൾ പ്രൈസ് റേഞ്ച് വരുന്നത്. 1,98. 2021 മോഡലാണെങ്കിൽ 1,98 റേഞ്ചിൽ വരെ നമ്മൾ പ്രൈസ് റേഞ്ച്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പ്രൈസ് റേഞ്ച് അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മോഡൽസും സെലക്ട് ചെയ്യാം. ഒരു വെറൈറ്റി വണ്ടി അതിന്റെ ബാക്കിൽ ഇരിക്കുന്നത് ജിക്സർ SF ഇരിക്കുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽ നമുക്ക് ജസ്റ്റ് പറഞ്ഞേക്കാം. അത് ഏതാ മോഡല്? 2023 മോഡലാണ്. 23 മോഡലാണ്. സോറി, 24 മോഡലാണ്. 24 മോഡലാണ്. അപ്പോൾ പുതിയ വണ്ടി നമുക്ക് പറയാം. അതെ, 3000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് 1,45 ആണ് നമ്മൾ പ്രൈസ് കൊടുത്തിട്ടുള്ളത്. വെറും 1,45,000 രൂപയാണ് വണ്ടിക്ക് ആസ്കിംഗ് വരുന്നത്. 15,000 രൂപ, ഏകദേശം 15,000 രൂപ ഡൗൺ നമുക്ക് വണ്ടി ഇറങ്ങാം. RC എത്ര ഡൗൺ? 20, 30, 200 ആണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് 30K ഡൗൺ. ഓക്കെ, 15,000 രൂപ ഡൗൺ. NS ഒക്കെ ഒരു 30-20 ആവും. 25-30, 15 to 20 മതി. 15-20 മതി. അപ്പോൾ അടുത്തത് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു V3 ഇരിക്കുന്നുണ്ട്, V4 ഇരിക്കുന്നുണ്ട്. V3യുടെ റേറ്റ് പറയുമ്പോൾ 1,45, 2021 മോഡലാണ്. ഓക്കെ, ബാക്കി ഇങ്ങോട്ട് വരുമ്പോൾ വെറൈറ്റി വണ്ടിയാണുള്ളത്. ഇത് സംഭവം സ്വാറ്റ്പ്ലിനും അസ്കൂറിന് ഇരിക്കണ്ട. അതെ, സ്കൂറിന്റെ സ്വാറ്റ്പ്ലിൻ ഇരിക്കുന്നത്, വിറ്റ്പ്ലിൻ ഇരിക്കുന്നുണ്ട്. ഓക്കെ, 2023 മോഡൽ 12,000 കിലോമീറ്റർ 1,58,000 രൂപ നമ്മൾ പ്രൈസ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം നമുക്ക് 25,000 രൂപ ഡൗൺ പേയ്മെന്റ് 3 വണ്ടികൾ ഇറക്കാം. 3 വണ്ടി 25,000 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. അടുത്തത് 21, 23 മോഡലാണ്. ഓക്കെ, നിങ്ങൾക്ക് ഏത് മോഡലാണ് സെലക്ട് ചെയ്തോളൂ. അടുത്തത് MT15 ആണ്. 2022 മോഡൽസ് ആണ് എല്ലാ വണ്ടിയും. USD4 വരുന്ന വണ്ടിയാണ്. 21 ആണ്. ഇത് 21, ബാക്കിയെല്ലാം 22 USD4 വരുന്ന വണ്ടി. പ്രൈസ് 1,65, 1,65 റേഞ്ച് ആണ് നമ്മൾ പ്രൈസ്. 1,65 മുതൽ വരുന്നുണ്ട്. കിലോമീറ്റർ അനുസരിച്ച് ചെറിയൊരു വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുള്ളൂ. ഇതെല്ലാം ഏകദേശം ഒരു 30 രൂപ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഇറക്കാം. 25K മതി. 25K. എന്നാലും നമ്മൾ ജസ്റ്റ് പറയുന്നതാണ്, ഞാൻ 25 രൂപ വന്നിട്ട് 30 രൂപ പറയുന്ന ഡൗണിൽ ഓൾമോസ്റ്റ് ഓൾ കേരള ഫൈനാൻസ് സൂട്ട് ആവും. അതായത് ഏകദേശം സിവിൽ സ്കോർ മതി. 650 മേലെ 650 മേലെ ഏകദേശം സിവിൽ സ്കോറും അത്യാവശ്യം ലാൻഡ് ടാക്സിൽ ഏകദേശം ഒരു പ്രൊഫൈൽ ഉണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയി കയറും. പ്രൊഫൈൽ ചെറിയ വേരിയേഷൻസ് വരുന്നാലും മാക്സിമം 5 രൂപ 10 രൂപ കൂടുതൽ വല്ലാതെ വേരിയേഷൻസ് വരില്ല. ഓക്കെ, അപ്പൊ അടുത്തേക്ക് പോകുമ്പോൾ ഡൊമിനോർ 250 വീണ്ടും ഇരിക്കുന്നുണ്ട്. എത്ര ഉണ്ട്? 2 250 ഇരിക്കുന്നുണ്ട് അല്ലേ? അത് 2 250. ഓക്കെ, ഇത് 22 മോഡൽസ് ആണ്. 22, 23 168ഉം 165 ആണ്. ലോ കിലോമീറ്റർ വണ്ടിയാണല്ലോ. 13,000 കിലോമീറ്റർ ആണിത്. ഏകദേശം ഒരു 30 രൂപ ഡൗൺ പേയ്മെന്റിലേക്ക് നമുക്ക് ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 400 ആണ് ബാക്കി എല്ലാം. 400 എല്ലാ വണ്ടികളും. 400 ഏതൊക്കെ മോഡൽസ് ഉണ്ട്? 2021 മോഡലാണ്. 21 ഏകദേശം നമ്മുടെ കയ്യിൽ സ്റ്റോക്കിൽ 21, 22, 23. ഈ ഒരു ഇതിന്റെ ഡീറ്റെയിൽ പറഞ്ഞേക്കാം. നമുക്കൊരു വെറൈറ്റി കളർ 2023 മോഡല് 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓൺഷിപ്പ് ആണ്. നമുക്ക് ഏകദേശം ഒരു 1,95,000 പ്രൈസ്. 1,95,000 നമ്മുടെ സ്പെഷ്യൽ ഓഫർ ആണ്. ഇത് ഇട്ടേക്കുന്ന റേറ്റ് അല്ലാണ്ട് പറയുന്നത്. അപ്പോൾ ഇതാവുമ്പോൾ 2023 മോഡൽ സിംഗിൾ ഓണർഷിപ്പ്. ഇത് റേറ്റ് ആണോ അതോ കുറക്കോ? 250 നമുക്ക് ഡിസ്കൗണ്ട് ചെയ്യാം. മാക്സിമം ഡിസ്കൗണ്ട് ചെയ്യാം. നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ വീഡിയോ നമ്മൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ചെയ്തു. ഡിസ്കൗണ്ട് ചെയ്യുന്നതായിരിക്കും. ഒറ്റക്കൊരു വണ്ടി ഇരിക്കുന്നുണ്ട്. RS 200 ഇരിക്കുന്നുണ്ട്. 2024 മോഡല് വെറും 3,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 1,75,000 രൂപയാണ്. 30,000 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. അടുത്തത് നമുക്ക് ആ സെക്ഷൻ ഡീലുള്ളൂ. അതെ, 100 350 ഇരിക്കുന്നുണ്ട്. 2023 മോഡല് സിംഗിൾ ഓണർഷിപ്പ് ആണ്. 35,000 ഡൗൺ പേയ്മെന്റ്, 1,73,000 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഇതാണെങ്കിലാ V3 2019 മോഡൽ 17,000 കിലോമീറ്റർ 1,18,000 രൂപ നമ്മൾ പ്രൈസ് കൊടുക്കുന്നു. 1,18,000 കൊടുക്കാം. സ്റ്റാൻഡേർഡ് ഇരിക്കണ്ടല്ലോ. സ്റ്റാൻഡേർഡ് 350 ആണെന്നുണ്ടെങ്കിൽ 21 മോഡലും 221 ഏകദേശം 25,000 കിലോമീറ്റർ വണ്ടി ഓടിയിൽ സിംഗിൾ ഓണർഷിപ്പ് 1,45 FC ഇരിക്കുന്നുണ്ട്. അത് കണ്ട് എത്ര റേറ്റ് വരുന്നതിന്? 2018 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് 58,000 രൂപയാണ്. അടുത്ത NS 160 2020 മോഡല് കിലോമീറ്റർ ഏകദേശം ഓടിയിട്ടുള്ള വണ്ടി 25,000 കിലോമീറ്റർ വണ്ടി ഓടിയിൽ 88,000 രൂപ നമ്മൾ പ്രൈസ് കൊടുത്തില്ല. ഓക്കെ, 88 അല്ലേ? ഈ വണ്ടിയാണെങ്കിൽ NS 2017 160 ആണ്. 36,000 കിലോമീറ്റർ ഏകദേശം 1,68 ആണ് നമ്മൾ പ്രൈസ് കൊടുത്തത്. NS 200 2019 മോഡല് 28,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് 98 ഏകദേശം 20-22 ഇറക്കാം. അപ്പോൾ ഇത്രയും വണ്ടികളാണ് ഉള്ളത്. നമ്മൾ ഇത്ര വണ്ടികൾ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ഫാസ്റ്റിലാണ് പറഞ്ഞേക്കുന്നത്. ഡീറ്റെയിൽസും കാര്യങ്ങളും എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയുടെ പേജ് ചെയ്യുന്നുണ്ട്. DNC മോട്ടോ ബൈക്സ് ആണ് ഇൻസ്റ്റയിൽ പേര് വരുന്നത്. അപ്പോൾ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ
പിന്നെ ഒഴിവാക്കിയിട്ടുള്ള ഒരു പരിപാടി ഇവിടെ നടക്കുന്നു. ആളെത്തിയിട്ടുണ്ട്. ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്. പറഞ്ഞോളൂ. എന്താണ് വേണ്ടത്? നമ്മൾ വലിയൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഇടുന്നതായിരിക്കും. അപ്പൊ ഇക്കാക്ക് പറയാനുള്ള പറഞ്ഞു. അതെ, അപ്പൊ എന്തായാലും ഒരുപാട് വണ്ടികൾ ബെസ്റ്റ് പ്രൈസിന് കുറഞ്ഞ കിലോമീറ്റേഴ്സ് ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടികൾ, കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് ഉള്ള വണ്ടികൾ, ക്വാളിറ്റി മെയിൻറ്റൈൻ ഉള്ള വണ്ടികൾ. നമ്മൾ പറഞ്ഞല്ലോ, ഒരു 10 ആൾക്കാർ സാലറി കൊടുത്ത് നമ്മൾ അപ്പുറത്ത് നിർത്തിയേക്കാണ്, വണ്ടി ക്വാളിറ്റി ആക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഓക്കെ, അപ്പോൾ അത് അതെ, വണ്ടിയുടെ ക്വാളിറ്റി കാര്യം പറയുന്നത്. പക്ഷേ അത് പറഞ്ഞിട്ട് നമ്മൾ ചൂഷണം ചെയ്യാൻ പാടില്ല. യൂസർ വണ്ടികളാണ്, എന്തെങ്കിലും മേ ബി ചെറിയ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ വരാം, അത് നമ്മൾ അതും കൂടി നമ്മൾ ഉൾപ്പെടുത്താലോ. കാരണം ഒരു കംപ്ലൈൻറ്റ് വരില്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വണ്ടി എടുത്താണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പറയാൻ പാടില്ല. കാരണം യൂസർ വണ്ടികളാണ്, നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു കംപ്ലൈന്റ് ഉള്ള വണ്ടി നമ്മളൊരു കസ്റ്റമറിന് കൊടുക്കാറില്ല. അത് നമ്മൾ എന്തായാലും കൺഫേം ആയിട്ട് പറഞ്ഞില്ല. നമ്മൾ ഒരു 1 വീക്ക് എഞ്ചിന് ചേസ് നമ്മൾ ചെക്കിംഗ് ടൈം കൊടുക്കണം. ഒരു വണ്ടിയിൽ ഏറ്റവും മേജർ ആയിട്ടുള്ള 2 പാർട്ട് എന്ന് പറഞ്ഞത് എഞ്ചിന് ചേസ് ആണ്. ഓക്കെ, അതല്ലാത്ത വേറെ എന്ത് കാര്യങ്ങളും പാർട്സ് ആണ് നമുക്ക് റീപ്ലേസബിൾ ആണ്, മാറ്റാവുന്നതാണ്, നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഒരു ആക്സിഡന്റോ ക്ലെയിമോ ഉണ്ടായ വണ്ടിയാണെന്നുണ്ടെങ്കിൽ വരെ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ഷോറൂമിൽ നിന്ന് ഫുള്ളി പാർട്സ് മാറ്റിയിട്ടാണ് ഇറക്കുന്നത്. കംപ്ലൈന്റ് വരുന്ന പാർട്സ് പുതിയതാക്കുന്നു, അത്ര മാത്രമേ ഈ ക്ലെയിം ചെയ്യുന്നതിനെ കുറിച്ച് അർത്ഥമുള്ളൂ. അതിലേ ഉള്ളൂ, അതേ പറഞ്ഞുള്ളൂ. പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞുള്ളൂ കേട്ടോ. നമ്മളെ വണ്ടിയുടെ കാര്യങ്ങള് ക്ലെയിം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കാറുള്ളത്. ഫൈനാൻസ് ചെയ്യുന്ന ഏകദേശം എല്ലാ വണ്ടികളും നമ്മൾ പമ്പ് ടു ഇൻഷുറൻസ് എടുപ്പിച്ചിട്ടാണ് കസ്റ്റമർ മേ ബി റോഡിലോടുന്ന വണ്ടികളാണ്. അതിൽ ഓൾമോസ്റ്റ് ഒരു 90% വണ്ടികളും പമ്പ് ടു ഇൻഷുറൻസ് എടുപ്പിച്ചിട്ടാണ് നമ്മൾ വിടുന്നത്. കസ്റ്റമർ ഫൈനാൻസ് ആണെങ്കിൽ എന്തായാലും ഇടിക്കണം, മസ്റ്റ് ആണ്. കസ്റ്റമറുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യിപ്പിക്കുന്നത്. എന്തെങ്കിലും ഇഷ്യൂ കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനഃപൂർവ്വം ചെയ്യണതല്ല, ആയിരിക്കൂല. എന്തായാലും അത് ഒന്നെങ്കിൽ നമ്മൾ ശ്രദ്ധ വരാത്തത് കൊണ്ടോ ബൈ ചാൻസ് അതാണ് അതിലെ പറയാനുള്ളത്. ബൈ ചാൻസ് വരാനുള്ള ചാൻസേ ഉള്ളൂ. മാക്സിമം ക്വാളിറ്റി ആക്കിയിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പൊ നമുക്ക് ഏതൊക്കെ ടൈമിംഗിൽ വിളിക്കാം? ഒരു 10 മണി മുതൽ വൈകിട്ട്. അതെ, ഇപ്പൊ ഇത് നമ്മൾ റീസെന്റ് നമ്മൾ മോർണിംഗിൽ തിരിച്ചടിക്കാറാണ്. മീൻസ് സ്കൂളിൽ നമ്മൾ റീസെന്റ് രാവിലെ മോർണിംഗ് മാക്സിമം ഓഫീസ് ടൈമിൽ വിളിക്കാൻ നോക്കുക. പിന്നെയാണെന്നുണ്ടെങ്കിൽ കമ്മിങ് മന്ത് ഒക്കെ ആയിട്ട് നമ്മൾ സൺഡേ ഓപ്പൺ ആക്കാനുള്ള പരിപാടികളാണ്. ഇതിപ്പോ ഒരു കല്യാണ സീസൺ ആണല്ലോ, മാരേജ് ഫംഗ്ഷൻസ് ആണ്. എല്ലാവർക്കും ഫാമിലിയിലോ റിലേറ്റീവ്സിലോ കാര്യങ്ങൾ എന്തൊക്കെ ആയിട്ട് എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടാവും. അപ്പോൾ അതെ, ഞായറാഴ്ച തുറക്കാൻ നമുക്ക് അവിടുത്തെ പറയാൻ കഴിയണില്ല, കാരണം ഒരു ദിവസമല്ലേ ഒഴിവുള്ളത്. അതുകൊണ്ടാണ്. പക്ഷെ എന്നാലും നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ട് സൺഡേസ് ഓപ്പൺ ആക്കാനുള്ള പരിപാടികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. സാറ്റർഡേ നമ്മൾ ഓൾവേസ് ഓപ്പൺ ആണ്. അതെ, അതെ, കാരണം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം സൺഡേ മാത്രം ഒഴിവുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സൺഡേ നമ്മൾ തീർച്ചയായിട്ടും ഓപ്പൺ ആക്കാനുള്ള പരിപാടികൾ ചെയ്യുന്നുണ്ട്. പറയാനുള്ളത്, നിങ്ങൾ വരാൻ നേരത്ത് വിളിച്ചിട്ട് വരാം. വന്നിട്ട് തുറന്നിട്ടില്ലെങ്കിൽ നിരാശപ്പെടരുത്. ലോങ് എന്നുള്ള ഒരു റെഗുലർ ആയിട്ട് സൺഡേ ഓപ്പൺ ആക്കുമ്പോൾ നമ്മൾ എന്തായാലും പറഞ്ഞിട്ട് ചെയ്യുള്ളൂ. എന്തായാലും നമ്മൾ പറയും. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ക്ലോസ്ഡ് ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ അത് അനൗൺസ് ചെയ്തിട്ട് തന്നെ ചെയ്യുള്ളൂ. എന്തായാലും അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇക്കാൻ ഉൾപ്പെടുത്തിയില്ല എന്ന് ഇക്കാക്ക് പരാതിയുണ്ട്. അപ്പൊ അടുത്ത എപ്പിസോഡ് ഇക്കാക്ക് മാത്രമായിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അത് കിടിലൻ എപ്പിസോഡ് ആയിരിക്കും. പ്രീമിയം ബൈക്കുകൾ മാത്രമുള്ള ഒരു എപ്പിസോഡാണ്, ആരും മിസ്സാക്കരുത്. അപ്പൊ രണ്ടുപേർക്കും താങ്ക് യു. അടുത്ത എപ്പിസോഡ് കാണാം. ബൈ ബൈ.